പക്ഷിപ്പനി സ്ഥിരീകരിച്ച നിരണം സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ താറാവുകളെ കള്ളിങ്ങിന് വിധേയമാക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ കള്ളിംഗ് നടപടികൾ ആരംഭിക്കുവാൻ പത്തനംതിട്ട ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായി 6ഓളം ദ്രുതകർമ്മസേനയെ ഫാമിൽ വിന്യസിച്ചിട്ടുണ്ട്. ശശിനാരായണൻ തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, എങ്ങനെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് നിരണം സർക്കാരിന്റെ ഡക്ക് ഫാമില് ഈ 5000-ഓളം താറാവുകൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അവയെ കൊന്നെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കളക്ടർ നേതൃത്വത്തിൽ കൂടിയ അവലോകന യോഗത്തിൽ ഇന്നലെ കൂടിയ യോഗത്തിൽ തീരുമാനിച്ചത്. അത് ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ അത് ആരംഭിക്കും. എന്തായാലും 10-11 മണിയോടുകൂടി തന്നെ താറാവുകളെ, ഈ പക്ഷി രോഗം സ്ഥിരീകരിച്ച താറാവുകളെ എല്ലാം കൊല്ലുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് കർഷകർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം താറാവിനെയും കോഴിയെയും വളർത്തി ജീവിക്കുന്ന കർഷകരാണ് ഈ അപ്പർ കുട്ടനാട് മേഖല ഏറെയുള്ളത്. അപ്പൊ ആ കർഷകരെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും രോഗലക്ഷണമുള്ള താറാവുകളെ അടിയന്തരമായി തന്നെ കൊന്നെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അപ്പർ കുട്ടനാട് മേഖല നിരണം ഡക്ക് ഫാമിലും അതുപോലെ തന്നെ 1 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശത്തും എത്തിയിട്ടുണ്ട്. താറാവുകളെ കൊന്നെടുക്കുന്ന തീരുമാനമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, എടത്തുവ തുടങ്ങിയ മേഖലകളും ഇത്തരത്തിൽ താറാവുകൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. അവയെ കൊന്നെടുക്കുകയും ചെയ്തു. അത്തരത്തിൽ തന്നെ വളരെ ഈ താറാവുകളെ ഈ നിരണം ഡക്ക് ഫാമിലെ സർക്കാർ ഫാമിലെ താറാവുകളെയും കൊന്നെടുക്കാനാണ് തീരുമാനം. ഇന്നലെ കളക്ടറുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം 5000-ഓളം താറാവുകൾ ഈ സർക്കാർ ഡക്ക് ഫാമിൽ മാത്രമുണ്ട്. സമീപത്ത് തൊട്ടടുത്ത 1 കിലോമീറ്റർ ചുറ്റളവിൽ നിരണം പഞ്ചായത്തിലെ 6-ാം വാർഡിലെ ചുറ്റളവിൽ തന്നെ മറ്റ് കോഴി വളർത്തുകയും താറാവ് വളർത്തുന്ന കർഷകരുടെ മേഖലകളിലും ഈ പക്ഷിപ്പനി ഇതിൽ സാധ്യതയുള്ള മേഖല കൂടിയാണ്. അപ്പൊ അത്തരം രോഗം ബാധിച്ചിട്ടുണ്ട് എന്നൊരു കണക്കുകൂടിയുണ്ട്. ആ രോഗം ബാധ്യതയുള്ള മേഖലകളിൽ താറാവുകളെ കോഴികളെയും ഒക്കെ ഇത്തരത്തിൽ വ്യാപനം നടത്തും എന്നുള്ളതാണ് ഇന്നലെ കളക്ടർ കൂടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ മനുഷ്യരിലേക്ക് ഇത് പകരുകയും മറ്റു കാര്യങ്ങളിലേക്ക് ഈ സമ്പർക്കത്തിലൂടെയൊക്കെ ഇത് രോഗം എത്താൻ സാധ്യത, വ്യാപകമായൊരു നാശനഷ്ടം കർഷകരെ സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പർ കുട്ടനാട്, ആലപ്പുഴ മേഖലകളിലെ കർഷകർ ഏറെ ഈ താറാവ് കൃഷിയും താറാവ് വളർത്തൽ കൂടിയുള്ള വരുമാന മാർഗമായിട്ടുള്ളത്. അതെല്ലാം നഷ്ടപ്പെടുന്ന വലിയ ഒരു ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. എന്തായാലും 11 മണി രാവിലെ 8 മണി തൊട്ട് 11 മണിക്കകം തന്നെ ഇത്തരം നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇന്നലെ തീരുമാനിച്ചത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയുണ്ട്. അല്പസമയത്തും തന്നെ ഈ താറാവുകളെ സർക്കാർ ഫാമിലുള്ള 5000-ഓളം താറാവുകളാണ്. 5000 ഈ താറാവുകൾക്കെല്ലാം തന്നെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിലാണ് ഉണ്ടായത്. ആലപ്പുഴ ജില്ലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്പലപ്പുഴ, എടത്തുവ തുടങ്ങിയ മേഖലകളിൽ ഈ താറാവുകൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിക്കാതെ കൊന്നെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തൊട്ടടുത്ത് അപ്പർ കുട്ടനാട് മേഖല, നിരണം മേഖലകളിൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. ഭോപ്പാലിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ഈ സർക്കാർ ഫാമിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും വലിയ രീതിയിൽ മറ്റ് മേഖലകളിലേക്ക് രോഗം ഈ പക്ഷിപ്പനി താറാവുകൾക്കോ കോഴികൾക്കോ പടാതിരിക്കാനുള്ള ശ്രമമാണ്. അതിന്റെ നടപടിക്രമം നിലയ്ക്കാണ് ഇത്തരത്തിൽ താറാവുകളെ കൊന്നെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കർഷകരെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്.